ലംബോദരം പിള്ള ഇയാളെ വിട്ടിട്ട് കാര്യമില്ല, ചോദിച്ചിടുന്ന കാര്യം. പിള്ളച്ചേട്ടാ. മോഹനൻ സാറോ? സാറെന്താ ഓഫീസിൽ നിന്ന് നേരത്തെ? ഞാൻ പിള്ളച്ചേട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഒന്നിങ്ങി വന്നേ. വാ. വന്നാലും എന്താ സാറേ? എനിക്ക് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് പിള്ളച്ചേട്ടന്റെ വീട് ആർക്കാ വാടകയ്ക്ക് കൊടുത്തിരുന്നത്? അത് നമ്മുടെ പഴയ പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻകുട്ടി അവിടെ താമസിച്ചിരുന്നത്. ഈ ചന്ദ്രൻകുട്ടിയെ പിള്ളച്ചേട്ടൻ പറഞ്ഞു വിട്ടതാണോ അതോ ചന്ദ്രൻകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ്? സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. ഓ, അല്ല, അങ്ങനെ പോകാൻ എന്തെങ്കിലും കാരണം പറഞ്ഞു? അവന് വട്ടാ സാറേ. ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നങ്ങ് പറയുവാണ് ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന്. അവൻ അതിനെ നേരിട്ട് കണ്ടെന്ന്. വെറുതെ സാറേ, പ്രേതത്തിന്റെയും ഭൂതത്തിന്റെയും കഥയൊക്കെ ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ സാറേ? ഞാൻ വിശ്വസിക്കും. എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുന്നത്? എന്റെ സാറേ, ആ വീടിന്റെ പഴയ ഉടമസ്ഥന്റെ മകള് ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തെന്നാ പറഞ്ഞു കേൾക്കണേ. അതല്ലാതെ എന്റെ സാറേ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞു. ആ നമ്പർ വേണ്ട പിള്ളച്ചേട്ടൻ. ആ വീട്ടിൽ അങ്ങനെ ഒരു ആത്മഹത്യ നടന്നതിന്റെ പേരിൽ അവിടെ ആൾക്കാർ താമസിക്കാനായി. അതോടെ പിള്ളച്ചേട്ടൻ പറഞ്ഞ കാശിന് ആ വീട് പിള്ളച്ചേട്ടന്റെ കൈവശമാണ്. ശരിയല്ലേ? ആണെങ്കിൽ അത് കഴിഞ്ഞാണ് ചന്ദ്രൻകുട്ടി ആ വീട്ടിൽ പ്രേതത്തെ കണ്ടത്. അയാൾ ജീവനും കൊണ്ട് സ്ഥലം വിട്ടതോടുകൂടി വാടകയ്ക്ക് വേറെ ആളെ കിട്ടാണ്. അങ്ങനെ പിള്ളച്ചേട്ടനും പിള്ളച്ചേട്ടന്റെ താലൂക്ക് ഓഫീസിലെ മറ്റേ അളിയനും കൂടി ആ വീട് എന്റെ തലയെ കെട്ടിവെച്ചു. ഇപ്പൊ സാറിന് എന്താ പ്രശ്നം? 3 കൊല്ലമായിട്ട് സാർ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതുവരെ ഒരു പ്രേതം ഉപദ്രവിച്ചില്ലല്ലോ. അത് എന്റെ ഭാഗ്യം. പിന്നെ ദേഹോപദ്രവം ഉണ്ടായില്ലെന്നേ ഉള്ളൂ. എന്റെ പ്രമോഷൻ ഇതുവരെ ശരിയാകാത്തത് ആ പ്രേതം കാരണമല്ല എന്ന് ആര് കണ്ടു? പ്രേതത്തിന് പ്രമോഷന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും സാറേ? സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ കോമഡി അടിക്കരുത്. ലോകത്താർക്കും വേണ്ടാത്ത ആ പ്രേതാലയം എന്റെ തലയിൽ കെട്ടിവെച്ച് 3 കൊല്ലമായി മാസം 3000 രൂപ വാടക വാങ്ങിച്ചു. എന്നിട്ടിപ്പോ വേറെ ആളുണ്ടെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് വാടക 4000 ആക്കി. ഇനി ഞാൻ ആ കാശ് തരുന്ന പ്രശ്നമില്ല. കാശ് തരാതെ എങ്ങനെ സാറേ? എഗ്രിമെന്റ് ഉണ്ടല്ലോ, അതിന് പ്രകാരമുള്ള വാടക കാശ് ഞാൻ അഡ്വാൻസ് ചെയ്ത് പിടിക്കും. രൂപ 30,000 എന്റെ കയ്യിരിക്കല്ലേ? അത് തീരുന്നതുവരെ അത് ചെയ്ത് പിടിക്കും. അത് കഴിയുമ്പോ അങ്ങ് ഇറക്കി വിടും. അത്ര തന്നെ. പിള്ളച്ചേട്ടാ, ഞാൻ ആ വീട് മാറാൻ പോവാ. അങ്ങനെ അങ്ങ് മാറാൻ പറ്റുമോ? 11 മാസത്തേക്കല്ലേ അഗ്രിമെന്റ്? പക്ഷെ എനിക്കിപ്പോ പോണെങ്കിൽ ഓക്കെയോ? എനിക്കുണ്ടായ നഷ്ടം ഞാൻ അഡ്വാൻസ് ചെയ്ത് പിടിക്കും. അത്രേ ഉള്ളൂ. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ കണ്ണിച്ചോരല്ല സംസാരിക്കരുത്. ഒരു പ്രേതം തേരാ പാര ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഞാനും എന്റെ ഭാര്യ ഇങ്ങനെ സമാധാനത്തോടെ ജീവിക്കും. കഴിഞ്ഞ 3 വർഷം സമാധാനത്തിന് ഒരു കുറവുമില്ലായിരുന്നല്ലോ. ഇതിലൊന്നും ഒരു കാര്യമല്ല സാറേ. പ്രേതം പോലും പ്രേതം. അപ്പൊ ചന്ദ്രൻകുട്ടി കണ്ടതോ? അത് അയാളോട് ചോദിക്കും. ഈശ്വര, പ്രമോഷൻ കിട്ടും മുമ്പ് ആ പ്രേതത്തിന്റെ കൈപ്പെട്ട ജീവിതമേ വേസ്റ്റായി പോകും. എന്തായാലും ഇന്നൊരു ദിവസം നോക്കാം. പ്രശ്നമുണ്ടെങ്കിൽ സ്ഥലം മാറാം. പക്ഷെ എങ്ങോട്ട് പോവും? രക്ഷപ്പെട്ടു. ഈശ്വര, ഇതിനകത്ത് പ്രേതം ഉണ്ടാവോ? കാലം വല്ലാത്തതാണ്. ജീവിത രീതിയിലും ശാസ്ത്രത്തിന്റെ വളർച്ചയിലുമെല്ലാം അതിവേഗം മുന്നോട്ടു പോകുമ്പോഴും ആത്മാവും പ്രേതവുമൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. പറഞ്ഞു വരുമ്പോൾ മനുഷ്യരുടെ അത്ര കുഴപ്പക്കാരല്ല പ്രേതങ്ങൾ എന്നാണ് പണ്ഡിതമതം. എന്തായാലും മോഹനകൃഷ്ണന്റെ വീട്ടിൽ കൂടിയിരിക്കുന്ന പ്രേതത്തിന്റെ നേരം പോക്കുകൾ നിസ്സാരമല്ലാത്തതിനാൽ പ്രേതകഥയുടെ 2ാം ഭാഗവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.